ഈ സംഭവങ്ങൾ എന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം വന്നിട്ടുള്ള പ്രതികരണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സമാനമായ രീതിയിൽ ദേവസ്വം ബോർഡിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ആദ്യം രംഗത്ത് വന്നത്. ദേവസ്വം ബോർഡിനോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ഏതെങ്കിലും വീഴ്ച വന്നതായി പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള വിശദീകരണം. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതിൽ കേവലം ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ഒരു പോറ്റിയോ മാത്രമല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും ഇതിലുള്ള പങ്കാളിത്തത്തെ സംബന്ധിച്ച് കൃത്യമായ സൂചന ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടിയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കോടതി നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം. പ്രത്യേകിച്ചും 2018-19 കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വലിയ കൊള്ളയും മോഷണവും ശബരിമല നടന്നിട്ട് അതേ വ്യക്തിയെ വീണ്ടും 2023 ഇത് വീണ്ടും സ്വർണം പൂശാൻ ഏൽപ്പിക്കുന്നത് നേരത്തെ നടന്ന അഴിമതി മറക്കാനാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് വളരെ കൃത്യതയോടുകൂടിയാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രശാന്തിനും ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും എതിരായിട്ടുള്ള കുറ്റപത്രമാണ് മിനിയാന്നത്തെ കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരായിട്ട് നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ശബരിമല കേസിൽ പ്രതിയാക്കി ചേർക്കണം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം, അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം. അതിന് SIT തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരായിട്ട് ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ ഹൈക്കോടതി നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആ ദേവസ്വം ബോർഡ് പിരിച്ചുവിടാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്ന് കൂടി BJP ആവശ്യപ്പെടുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം ബോർഡ് മെമ്പർമാരെയും ഗവൺമെന്റ് ന്യായീകരിക്കുന്നത് അത് അവിടെ മാത്രം ഒതുങ്ങില്ല എന്നുള്ളത് കൊണ്ടാണ്. ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ അറിവോടെ അല്ലാതെ ഇതൊന്നും തന്നെ നടക്കില്ല. 2018 കാലഘട്ടത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. അതിനുശേഷം ഇന്ന് വാസവനാണ്. ഇവർ രണ്ടുപേരും CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. 2018-19 കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും പിന്നീട് N വാസുവായിരുന്നു. ഇപ്പോഴാണ് പ്രശാന്ത് വന്നിട്ടുള്ളത്. ഇവരെല്ലാവരും CPM-ന്റെ നോമിനികളായി ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്മകുമാർ ഒഴിഞ്ഞ ശേഷം N വാസു പ്രസിഡന്റായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ്. അതന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് N വാസു തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ആഗ്രഹമുണ്ടായിട്ടില്ല, മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഞാൻ ഈ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നത് N വാസു തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം നേരത്തെ ദേവസ്വം കമ്മീഷണറായിരുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹം മെമ്പറായി പിന്നീട് പ്രസിഡന്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. പത്മകുമാർ പ്രസിഡന്റായ സന്ദർഭത്തിൽ പോലും ഒരു സൂപ്പർ പ്രസിഡന്റ് പദവിയിലായിരുന്നു N വാസു. അന്ന് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്ത്രി കുടുംബവും ദേവസ്വം ബോർഡും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോ, പ്രത്യേകിച്ചും അവിടെ സ്ത്രീകൾ പ്രവേശിച്ച ശേഷം ശബരിമല നട അടച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാരും ദേവസ്വം ബോർഡും തന്ത്രി കുടുംബവുമായി തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിൽ സർക്കാരിന് വേണ്ടി ഇടപെട്ട് സംസാരിക്കുകയും തന്ത്രി കുടുംബത്തെ വിമർശിക്കുകയും മുഖ്യമന്ത്രിക്ക് വേണ്ടി അന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുള്ള N വാസുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് N വാസു എന്നുള്ളത് കേവലം ഒരു CPM നോമിനി മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ നോമിനിയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്താണ് രണ്ടാമത്തെ ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെയും സമ്മതത്തോടെയുമാണ് എന്ന് വ്യക്തമാവുകയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ചാടിക്കയറി ദേവസ്വം ബോർഡിനെ ന്യായീകരിച്ചത്. ഇല്ലെങ്കിൽ SITയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് എന്തിനാണ് മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് ന്യായീകരിച്ചത്? ദേവസ്വം ബോർഡിന് വീഴ്ചകളില്ല എന്ന് മുഖ്യമന്ത്രിയോട് ആരാ പറഞ്ഞത്? ഒരു അന്വേഷണം നടക്കുകയാണല്ലോ. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലക്ക് ഒരു നിലപാടെടുക്കുമ്പോ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണ്ടേ? SITയുടെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരും മുമ്പ് ദേവസ്വം ബോർഡിനെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി വ്യഗ്രത കാട്ടിയത് ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും വിരൽ ചൂണ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. SITക്കുള്ള ഒരു നിർദ്ദേശമായിരുന്നു മുഖ്യമന്ത്രി നടത്തിയത്. SITയുടെ അന്വേഷണത്തിൽ എവിടെയും
ദേവസ്വം ബോർഡിനെ പ്രതിയാക്കാൻ പാടില്ല എന്നുള്ള ഒരു മുൻകരുതലെടുത്തുകൊണ്ട് ഒരു സൂചന കൊടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഈ പ്രസ്താവന നടത്തിയിരുന്നു. സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, ദേവസ്വം ബോർഡ് ന്യായീകരിച്ചുകൊണ്ട് അന്ന് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. അന്വേഷണ സംഘത്തോട് പറയാതെ പറയുകയാണ്, നിങ്ങൾ ദേവസ്വം ബോർഡിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ മതി. അതിന്റെ അർത്ഥം ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം വന്നാൽ അത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൂടി വരും. അത് വരാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ തടയിടാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ആ ശ്രമമാണ് ഹൈക്കോടതി നിരീക്ഷണത്തോടുകൂടി പാളിപ്പോയത്. ഹൈക്കോടതി നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അന്നത്തെ ദേവസ്വം ബോർഡിനും ഇന്നത്തെ ദേവസ്വം ബോർഡിനും ഇതിലുള്ള പങ്കാളിത്തം വ്യക്തമാണ്. 2023 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ഇത് ഏൽപ്പിക്കുന്നതിലൂടെ ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൃത്യമായിട്ടുള്ള റോൾ ഇതിലുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടി പ്രതി ചേർക്കണമെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം BJP മുമ്പോട്ട് വെക്കുന്നത്. ദേവസ്വം ബോർഡ് മന്ത്രി ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ചുമതല ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം. കാരണം ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാണല്ലോ അദ്ദേഹം. ഈ വിഷയങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇതെല്ലാം പുറത്തു വരണം. ഇത് പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം, CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിനാണ് BJP നേതൃത്വം കൊടുക്കുന്നത്. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നാളെയും മറ്റന്നാളും സെക്രട്ടേറിയറ്റ് മുമ്പിൽ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമരം നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് ഉപരോധമാണ്. നാളെ വൈകുന്നേരം ആരംഭിക്കുന്ന ഉപരോധം മറ്റന്നാൾ വരെ നിലനിൽക്കും. ആ ഉപരോധ സമരത്തിന് ശേഷം തുടർ പ്രക്ഷോഭങ്ങളെ കുറിച്ച് കൂടി BJP ആലോചിക്കും. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുന്നിൽ മാത്രമല്ല, കേരളത്തിലെ മറ്റു ദേവസ്വം ബോർഡുകളിലേക്കും ഈ സമരം വ്യാപിപ്പിക്കാൻ വേണ്ടി BJP തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊച്ചി ദേവസ്വം ബോർഡിനെതിരായിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിന് അഡ്മിനിസ്ട്രേഷനും എതിരായിട്ടുള്ള വലിയ പരാതികൾ മാധ്യമങ്ങളിൽ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ കുറെ കാലമായി ഈ പരാതികളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം എന്നുള്ളത് CPMന്റെ സമ്പൂർണമായിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ഉള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തെ CPM ഒരു കറവ പശുവാക്കി മാറ്റുകയാണ്. ഇവിടെ എല്ലാം CPMന്റെ നോമിനികളാണ്. ആ CPMന്റെ നോമിനികളായിട്ടുള്ള ആളുകൾ CPMന്റെ താല്പര്യപ്രകാരമാണ് എല്ലാ ഇടപെടലുകളും നടത്തുന്നത്. ക്ഷേത്രത്തെക്കുറിച്ച് വന്നിട്ടുള്ള പരാതികൾ ക്ഷേത്ര സ്വത്തുക്കളെ സംബന്ധിച്ചുള്ളതാണ്. കഴിഞ്ഞൊരു 10-15 വർഷക്കാലമായിട്ട് ഈ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളെ കുറിച്ചുള്ള യാതൊരു കണക്കെടുപ്പ് നടക്കുന്നില്ല. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വലിയ തോതിലുള്ള ക്രമക്കേടാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെല്ലാം പുറത്തു വന്നിട്ടുള്ളത്. ഇവിടുത്തെ കാണിക്കയായി വരുന്ന പണം, സ്വർണ്ണാഭരണങ്ങൾ, ഇതിനൊന്നും ഒരു കയ്യും കണക്കുമില്ല, ഇതൊന്നും ഒരു കണക്കെടുപ്പില്ല, ഇതൊന്നും കൃത്യതയില്ല എന്നുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രമക്കേടുകൾ നടക്കുന്നു എന്നുള്ളതാണ്. അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോ ശബരിമലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെയ്തതുപോലെ കോടതി നിരീക്ഷണത്തിനുള്ള ഒരു സ്റ്റോക്കെടുപ്പ്, ഒരു വിരമിച്ച ന്യായാധിപന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്റ്റോക്കെടുപ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിലും ഉണ്ടാകണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ അതിന്റെ നിയമവഴികളെ കുറിച്ച് അന്വേഷിക്കും. ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന കോടിക്കണക്കിന് രൂപ, അതിനെ സംബന്ധിച്ചുള്ള അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്ന പണം, ആ പണമെല്ലാം നാഷണലൈസ്ഡ് ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടുത്തെ പണത്തിന്റെ കുറെ ഭാഗം കേരള ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമാണത്. അപ്പൊ നിയമവിരുദ്ധമായ രീതിയിൽ കേരള ബാങ്കിലേക്ക് നിക്ഷേപിച്ച പണം എന്താണ് തിരിച്ച് നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് മാറ്റാത്തത്? അത് മാറ്റണ്ടേ? കേരളത്തിലെ ക്ഷേത്രങ്ങളുടെയോ ദേവസ്വം ബോർഡിന്റെയോ പണം സഹകരണ ബാങ്കുകൾ നിക്ഷേപിക്കാൻ വേണ്ടി പാടില്ല എന്ന് നിയമത്തിലുണ്ടല്ലോ. ഇപ്പൊ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഇപ്പൊ ഒരു പ്രശ്നം ഇപ്പൊ നടക്കുകയാണ്. വയനാട്ടിൽ തിരുനെല്ലി ക്ഷേത്രത്തില് ആ ക്ഷേത്രത്തിലെ പണം അവിടുത്തെ ഒരു സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചു. ഇപ്പൊ പണം തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോ ബാങ്ക് കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് ഒറ്റയടിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ബാങ്കും തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഭരണസമിതി തമ്മിൽ കേസ് നടക്കുകയാണ്.
പണം ആവശ്യപ്പെടുന്നു ക്ഷേത്ര ഭരണസമിതി, കൊടുക്കില്ല എന്ന് സഹകരണ ബാങ്ക് പറയുന്നു. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ തന്നെ ദേവസ്വം നിയമത്തിലൊക്കെ ദേവസ്വം ബോർഡിന്റെ പണം നാഷണലൈസ്ഡ് ബാങ്കിൽ മാത്രമേ നിക്ഷേപിക്കൂ. കാരണം സർക്കാരിന്റെ ഗ്യാരണ്ടി ഉണ്ടാവണം. ആ സർക്കാരിന്റെ ഗ്യാരണ്ടിയുള്ള സ്ഥലത്ത് മാത്രം നിക്ഷേപിക്കാൻ പാടുള്ളൂ. ഇവിടെ നിയമവിരുദ്ധമായി ഈ പണം സഹകരണ ബാങ്ക്, കേരള ബാങ്ക് നിക്ഷേപിച്ചു, അത് തെറ്റാണെന്ന് കണ്ടെത്തി അത് തിരിച്ചു നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് മാറ്റാൻ എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത്? ഇവിടുത്തെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഓരോ ദേവസ്വം ബോർഡിന്റെ റിക്രൂട്ട്മെന്റിന് വേണ്ടി ഓരോ ഉദ്യോഗാർത്ഥിയോടും 500 രൂപ ഫീസ് മേടിക്കുന്നു. ഇതെന്തിനാണ് ഈ ഫീസ്? ദേവസ്വം ബോർഡിന്റെ ജോലി എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിലെ ഉദ്യോഗാർത്ഥികൾക്കുള്ളതാണ്. ഹിന്ദു സമൂഹത്തിലെ ഭക്തരായിട്ടുള്ള, ഗുരുവായൂരപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന കോടിക്കണക്ക് രൂപ ഇവിടെ ഫിക്സഡ് ഉണ്ട്. കോടിക്കണക്ക് രൂപ. 13,000 കോടി അങ്ങനെ മറ്റോ വലിയ എമൗണ്ടിന്റെ കണക്കാണ് പറഞ്ഞത്. 2,500 രൂപ. ഇത്രയും വലിയ എമൗണ്ട് ഉണ്ട്. പിന്നെ എന്തിനാ ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ 500 രൂപ ഈ പിഴിയുന്നത്? ഇവർ ഈ പണം ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു? മാത്രമല്ല, ദേവസ്വം ബോർഡ് ഇവിടെ ചെയ്യുന്ന, ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന മറ്റൊരു ഏർപ്പാട്, ഈ 500 രൂപ മേടിച്ച് ഉദ്യോഗാർത്ഥികളോട് അപ്ലിക്കേഷൻ മേടിക്കുക. എന്നിട്ട് ഇവർ കോടതിയിൽ പോവുകയാണ്. ഇപ്പൊ ഉള്ള ആൾക്കാരൊക്കെ, താൽക്കാലികമായി നിയമിച്ച ആൾക്കാരൊക്കെ സ്ഥിര നിയമം നടത്തി കൊടുക്കണം എന്ന് പറയുന്നത്. അതും ഇരട്ടത്താപ്പാണെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ക്ഷേത്രം എന്നുള്ളത് കറവ പശുവാക്കാൻ പാടില്ല. ക്ഷേത്രങ്ങളിൽ വിശ്വാസികൾ കൊടുക്കുന്ന പണം ക്ഷേത്രത്തിന് വേണ്ടി ഉപയോഗിക്കണം. അത് ആളുകൾക്ക് കൈയ്യോട്ട് വാരാനുള്ളതല്ല. അതുകൊണ്ട് ഇതിനെല്ലാം സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവണം. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കാനുള്ള ഒരു കൊള്ളസങ്കേതമായിട്ട് ദേവസ്വം ബോർഡുകൾ മാറുന്നു. അത് മാറ്റണം എന്നുള്ളത് കൊണ്ടാണ് ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടണം എന്ന് BJP ആവശ്യപ്പെടുന്നത്. അതിന് ബദൽ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടാവണം. ക്ഷേത്ര സ്വത്ത് ക്ഷേത്രത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന, ഭക്തരുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലേക്ക് സംവിധാനങ്ങൾ മാറണം. അതിനാവശ്യമായിട്ടുള്ള ഒരു ബഹുജന വികാരം കേരളത്തിൽ ഉയർന്നു വരണം എന്നാണ് BJP ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ അഴിമതിക്കും കൊള്ളക്കുമെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി വരും ദിവസങ്ങൾ നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്പെസിഫിക് ആയിട്ടുള്ള വിഷയങ്ങളും പൊതുവെയുള്ള കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ വിഷയങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്നത്തെ സമരം. നാളെയും മറ്റന്നാളും സെക്രട്ടേറിയറ്റ് ഉപരോധവും രാപ്പകൽ സമരവുമാണ്. നാളെ വൈകുന്നേരം 6 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ആരംഭിക്കും. മറ്റന്നാൾ അതിരാവിലെ മുതൽ സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിക്കും. വൈകുന്നേരം വരെ സമരം നീണ്ടത്. CBI അന്വേഷണം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് CBI അന്വേഷണം വേണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ഈ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സമരം. അല്ലല്ല, അവിടെ ശബരിമല കൊള്ളയെ സംബന്ധിച്ച് അല്ല. ഇതില് ഗുരുവായൂർ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് മുൻവിധിയോടുകൂടി സംസാരിക്കാനൊന്നും BJP തയ്യാറല്ല. അദ്ദേഹം ഈ കാര്യത്തിൽ കുറച്ചുകൂടി സത്യസന്ധമായ നിലപാട് സ്വീകരിക്കണം. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ധാരാളം പരാതികൾ, ഇവിടുത്തെ ആനക്കൊട്ടിലിനെ കുറിച്ച് പരാതിയുണ്ട്. കഴിഞ്ഞ 10-30 ആനകൾ ചെരിഞ്ഞതിനെ കുറിച്ച് പരാതിയുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അഡ്മിനിസ്ട്രേറ്റർ കോടതിക്ക് റിപ്പോർട്ട് കൊടുത്താൽ കോടതി അന്വേഷണത്തിന് നിശ്ചയിക്കും. കാരണം ഇവിടെ എല്ലാം കോടതിയാണല്ലോ, ആളുകളെ നിയമിക്കുന്ന നടക്കുന്ന കോടതിയാണല്ലോ. അപ്പൊ ആ സത്യസന്ധമായ റിപ്പോർട്ട് കൊടുക്കണം. എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഇത്രയും ആനകൾ എങ്ങനെയാണ് ചെരിയുന്നത്? എന്ത് സാംക്രമിക രോഗം ഇവിടുത്തെ ആനകൾക്ക് വന്നിട്ടുള്ളത്? മത ഈ ചരിഞ്ഞ ആനകളുടെ ആനക്കൊമ്പൊക്കെ ഉണ്ടല്ലോ, അത് ഇതിനെക്കുറിച്ച് കണക്കെടുപ്പില്ലല്ലോ. പുതിയ ആനകളെ നടയിരുത്തുന്നല്ല പ്രശ്നം, നടയിരുത്തിയ ആനകളെ കുറിച്ചാണല്ലോ ഞാൻ പറയുന്നത്. ഈ നടയിരുത്തിയ ആനകളെ കുറിച്ചുള്ള ആനകളുടെ അത്യാവശ്യമുള്ള സമയമാണ്, പ്രത്യേകിച്ച് കുട്ടിയാനകളുടെ. അപ്പോ അതിനു വേണ്ടിയിട്ട് അവർ ദിവസം ഒരുപാട് കാലമാണ് നിലവിൽ പിടിയാന വരെ ഉപയോഗിച്ചിട്ട് ശിവരികളും കുട്ടിയാന കാര്യമാണ്. അല്ല, ഉള്ള ആനകൾ മരിച്ചു പോയിട്ടാണല്ലോ, അതെന്താ മരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു ആവശ്യമുണ്ട് പുതിയ ആനകൾക്ക് വേണം. അപ്പൊ
പറയുന്നത്, സ്റ്റേറ്റ് പറയുന്നത് അതിന് കേന്ദ്ര നിയമമാണ് തടസ്സം എന്നാണ് പറയുന്നത്. ക്ഷേത്രാചാര്യങ്ങൾക്ക് തടസ്സം വരുന്ന ആനകളെ നടത്താനുള്ള തടസ്സം കേന്ദ്ര നിയമമാണ്. എന്നിട്ട് ഈ രാജ്യത്ത് ആനയെ നടയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലോ തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ ആനയെ നടത്തിയിരുന്നത് അവിടെ ഒന്നും കേന്ദ്ര നിയമ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. പറയുന്നല്ലേ, ആർക്കാണ് തടസ്സമുള്ളത്? ഇവരാദ്യം നടയിരുത്തി ആനയെ പരിപാലിക്കാൻ ശ്രമിക്കട്ടെ, അത് ജീവൻ കൊടുക്കട്ടെ. എന്നിട്ട് ഇവരെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? നിലവിൽ ആനയെ നടത്തിയതിന് തടസ്സമില്ലാന്നാണോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തടസ്സമില്ലാന്നാണോ അങ്ങനെ പറയുന്നത്? അല്ല, സർക്കാരിന്റെ ഭാഗത്ത് തടസ്സമില്ല. ഇനി നിയമത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയാണല്ലോ വേണ്ടത്. നിയമം എല്ലാ ക്ഷേത്രങ്ങൾക്കും ഒരേപോലെ ബാധകമാവുന്നില്ല. വന്യമൃഗ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അതിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടണം. അപ്പൊ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൽ ചില തടസ്സങ്ങളുണ്ടായപ്പോൾ പരിഹരിച്ചില്ലേ? സ്വാഭാവികം പരിഹരിക്കപ്പെടുമല്ലോ. അത് പെർട്ടിക്കുലർ ക്ഷേത്രത്തെ സംബന്ധിച്ചല്ലേ പരിഹരിക്കണം, അത് നിയമം മാറ്റമല്ലേ ചെയ്യണം. കേരളത്തിലെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഇത്ര വലിയ അഴിമതി ആരോപണങ്ങളും ശബരിമലയില് എസ്പെഷ്യലി ഇത്ര വലിയ ആചാര ലംഘനമൊക്കെ തുടർച്ചയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെടാറ്? കേന്ദ്ര ഗവൺമെന്റ് ഇടപെടാൻ കഴിയില്ലല്ലോ. കാരണം ദേവസ്വം എന്നുള്ളത് സംസ്ഥാന വിഷയമാണ്. നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് കേന്ദ്രത്തിന് നിയമപരമായിട്ട് ഇടപെടാൻ സാധിക്കില്ല. ഇതിൽ തന്നെ CBI അന്വേഷണം തന്നെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ മാത്രമേ, അല്ലെങ്കിൽ കോടതി ആവശ്യപ്പെടണം, എങ്കിലേ കേന്ദ്രത്തിന് നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ദേവസ്വം വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് മാത്രമേ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് കേന്ദ്രത്തിൽ ഗവൺമെന്റ് പ്രത്യേകിച്ചും എന്തെങ്കിലും പ്രശ്നം ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ സന്തോഷം.